30 വയസ്സും ആത്മീയതയും തമ്മിൽ ആഴമായ ഒരു ബന്ധമുണ്ട്. പല വ്യക്തികളെ സംബന്ധിച്ചും 30 വയസ്സ് എന്നത് ജീവിതത്തിലെ ഒരു സുപ്രധാനമായ വഴിത്തിരിവാണ്. ഈ ഘട്ടത്തിൽ ആത്മീയ അന്വേഷണങ്ങൾ എങ്ങനെ രൂപപ്പെടുന്നുവെന്നും ഈ പ്രായം ആത്മീയ വളർച്ചയ്ക്ക് എങ്ങനെ സഹായിക്കുന്നുവെന്നും താഴെ വിശദീകരിക്കാം. 30 വയസ്സും ആത്മീയ ഉണർവും. ഏകദേശം 30 വയസ്സ് മുതൽ 40 വയസ്സ് വരെയുള്ള സമയം ഒരു വ്യക്തിക്ക് ആത്മീയമായി വളരാനും ജീവിതത്തെക്കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കാനും ഏറ്റവും സാധ്യതയുള്ള കാലഘട്ടമാണ്. 1. ലക്ഷ്യബോധത്തെക്കുറിച്ചുള്ള പുനർവിചിന്തനം. റീവിസിറ്റിംഗ് പർപ്പസ്. 20കളിൽ കരിയർ, സാമ്പത്തിക വിജയം, ബന്ധങ്ങൾ എന്നിവ സ്ഥാപിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച ശേഷം 30കളോടെ പലരും ഒരുതരം ശൂന്യത അനുഭവിക്കാൻ തുടങ്ങും. ചോദ്യങ്ങൾ: ഇത്രയൊക്കെ നേടിയതുകൊണ്ട് എന്താണ് പ്രയോജനം? എന്റെ ജീവിതത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം ഇതാണോ? തുടങ്ങിയ ആഴത്തിലുള്ള ചോദ്യങ്ങൾ ഉയർന്നുവരുന്നു. ആത്മീയ വളർച്ച. ഭൗതികമായ നേട്ടങ്ങൾ നൽകുന്ന സന്തോഷം താൽക്കാലികമാണെന്ന് ഈ പ്രായത്തിൽ തിരിച്ചറിയുന്നു. ഇത് ശാശ്വതമായ സന്തോഷം തേടി ആത്മീയതയിലേക്ക് തിരിയാൻ പ്രേരിപ്പിക്കുന്നു. 2. ഉത്തരവാദിത്തങ്ങളും സമ്മർദ്ദവും. റെസ്പോൺസിബിലിറ്റി ആൻഡ് സ്ട്രെസ്. 30കളിൽ പലരും കരിയറിന്റെ ഉയർന്ന സ്ഥാനങ്ങളിലെത്തുകയോ കുടുംബജീവിതം തുടങ്ങുകയോ ചെയ്യും. വർദ്ധിച്ച ഉത്തരവാദിത്തങ്ങൾ വലിയ മാനസിക സമ്മർദ്ദത്തിന് കാരണമാകും. സമ്മർദ്ദത്തെ മറികടക്കൽ. ഈ സമ്മർദ്ദങ്ങളെ കൈകാര്യം ചെയ്യാനായി പലരും ധ്യാനം, യോഗ, ബോധപൂർവമായ ശ്വസനം പോലുള്ള ആത്മീയ പരിശീലനങ്ങളെ ആശ്രയിക്കുന്നു. ആന്തരിക സമാധാനം. പുറമേയുള്ള തിരക്കുകൾക്കിടയിലും ആന്തരികമായി ശാന്തമായി നിലകൊള്ളാൻ ആത്മീയത സഹായിക്കുന്നു. 3. ബോധപൂർവമായ തിരഞ്ഞെടുപ്പുകൾ. കോൺഷ്യസ് ചോയ്സസ്. കൗമാരത്തിലോ 20കളിലോ ഉള്ള അശ്രദ്ധമായ തീരുമാനങ്ങളെക്കാൾ 30കളിൽ ജീവിതത്തെക്കുറിച്ച് കൂടുതൽ ബോധപൂർവമായ തീരുമാനങ്ങളെടുക്കാൻ വ്യക്തികൾ തയ്യാറാകുന്നു. ബന്ധങ്ങളിലെ മാറ്റം. വിഷലിപ്തമായതോ ടോക്സിക്, അർത്ഥമില്ലാത്തതോ ആയ ബന്ധങ്ങളെ ഒഴിവാക്കി ആഴത്തിലുള്ളതും പോസിറ്റീവായതുമായ ബന്ധങ്ങൾ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു. മിനിമലിസം, ലാളിത്യം. ഉപഭോഗ സംസ്കാരത്തിൽ നിന്ന് മാറി ചെറിയ വീട് പോലുള്ള മുമ്പ് സംസാരിച്ചതുപോലെ ലളിതമായ ജീവിതശൈലികൾ തിരഞ്ഞെടുക്കുന്നത് ആത്മീയമായ ലാളിത്യത്തിന് അപാരിഗ്രാഹ വഴിയൊരുക്കുന്നു. 4. മധ്യവയസ്സിലെ പ്രതിസന്ധിക്ക് മുന്നോടിയായി. പ്രീകേഴ്സർ ടു മിഡ് ലൈഫ് ക്രൈസിസ്. പലപ്പോഴും 40കളിൽ സംഭവിക്കുന്ന മധ്യവയസ്സിലെ പ്രതിസന്ധിയുടെ മിഡ് ലൈഫ് ക്രൈസിസ് ആരംഭം 30കളുടെ അവസാനത്തോടെ ഉണ്ടാകാം. ഇത് ആത്മീയമായി ചിന്തിക്കാൻ ഒരു നല്ല അവസരമാണ്. അസ്തിത്വപരമായ ഭയം. മരണത്തെക്കുറിച്ചുള്ള ചിന്തകൾ, സമയത്തിന്റെ മൂല്യം എന്നിവ ഈ പ്രായത്തിൽ കൂടുതൽ ശക്തമാവാം. ആത്മീയതയുടെ ഉത്തരം. ഈ അസ്തിത്വപരമായ ഭയങ്ങളെ നേരിടാൻ ശരീരം താൽക്കാലികമാണെന്നും ആത്മാവ് ശാശ്വതമാണെന്നുമുള്ള ആത്മീയ തത്വങ്ങൾ സഹായകമാകും. ചുരുക്കത്തിൽ 30 വയസ്സ് എന്നത് ജീവിതത്തിന്റെ ആവശ്യങ്ങൾ, നീഡ്സ്, ആഗ്രഹങ്ങൾ, വോൺസ് എന്നിവയെ വേർതിരിച്ചറിയാനുള്ള ഒരു കാലഘട്ടമാണ്. ഈ വേർതിരിവ് വ്യക്തിയെ ഭൗതികമായ ഓട്ടത്തിൽ നിന്ന് ആന്തരിക സമാധാനത്തിലേക്കും യഥാർത്ഥ ആത്മീയ യാത്രയിലേക്കും നയിക്കുന്നു.